ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈന്തപ്പഴ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ ബാച്ചിലേഴ്സിനാണെങ്കിലും പുറത്തൊക്കെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു പായസം കുടിക്കാൻ ആഗ്രഹം തോന്നുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈന്തപ്പഴ പായസം. സാധാരണ പായസം വെക്കാൻ എടുക്കുന്ന അത്രയും സമയം പോലും വേണ്ട നമുക്ക് ഈ പായസം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാൻ ഇവിടെ 1/2 കിലോ ഈന്തപ്പഴം കുരു കളഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാല് വേണം. പാല് ഞാൻ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന സമയത്ത് എത്രയാണ് വേണ്ടെന്നുള്ള അളവ് ഞാൻ പറയാം. പിന്നെ നെയ്യ് വേണം, കണ്ടൻസ് മിൽക്ക്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്, ഏലക്ക പൊടിച്ചത്, പട്ട പൊടിച്ചത്, പിന്നെ കുറച്ച് വെള്ളവും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഈന്തപ്പഴം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കട്ട കാണാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് അതിന്റെ കൂടെ തന്നെ ഏലക്കാപ്പൊടി 1 ടീസ്പൂണും 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നമുക്കിത് ഇളക്കുന്ന നിർത്തരുത്. നന്നായിട്ട് ഇളക്കുമ്പോഴത്തേനും ഇത് നമുക്ക് വിട്ടുവരും. ഈ ഒരു പരുവത്തിന് വിട്ടുവരും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് ആ ഒരു വെന്ത മണമൊക്കെ കിട്ടും. ഇതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇളക്കി കൊടുക്കുന്നത് നിർത്തരുത്, ഇല്ലെന്നുണ്ടെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഈന്തപ്പഴം ഇപ്പൊ നന്നായിട്ട് വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാല് നമുക്ക് ആദ്യം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പതിയെ ബാക്കി 2 കപ്പും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. പാല് മൊത്തം ഇപ്പൊ ഒഴിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. അത് ഒരു കാര്യം മറക്കരുത്, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം ഇരുന്നിരുന്ന് കുറുകും. അപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് ലൂസായിട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇനിയും ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുക്കുന്നുണ്ട്. ഈന്തപ്പഴത്തിന്റെ മധുരം അനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന കണ്ടൻസ് മിൽക്കിന്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന ഈന്തപ്പഴത്തിന് മധുരം നല്ല കുറവായിരുന്നു. പിന്നെ നമ്മൾ 4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒക്കെ ആഡ് ചെയ്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്കിന്റെ അളവ് കൂട്ടിയത്. ഇത് തിളച്ച് വരുന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ല തിക്ക് ആയതുകൊണ്ട് മുഖത്ത് തെറിക്കും. പായസത്തിന്റെ ഒരു 1/4 ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ച് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മുടെ പായസം ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇതെല്ലാം വറുത്ത ആ നെയ്യും കൂടെ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ സ്വാദിഷ്ടവും എളുപ്പവുമായ നമ്മുടെ ഈന്തപ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാൻ മറക്കരുത്. അതിന്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടണും അമർത്തുക. ഒരു കാര്യം കൂടെ, ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ വീണ്ടും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.